ആദ്യം നമുക്ക് വീക്ഷണത്തിലേക്കാണ്. വീക്ഷണം നമുക്കറിയാം എന്താണ് വീക്ഷണത്തിൻ്റെ ഒരു കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ മോഷണക്കുറ്റം ആരോപിച്ച് കഴിഞ്ഞ ദിവസം ആ വാർത്തയുടെ ഫോളോ അപ്പാണ് വീക്ഷണം ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ വലിയ വാർത്തയായിട്ടാണ് വീക്ഷണം കൊടുത്തിട്ടുള്ളത്. പോലീസിൻ്റെ ക്രൂരപീഡനം ഇത് യു പിയിലല്ല കേരളത്തിൽ എന്നുള്ളതാണ് വീക്ഷണത്തിൻ്റെ ഹെഡിങ് എന്നുള്ളതാണ് അതിൻ്റെ കൗതുകം. യു പിയിലല്ല കേരളത്തിൽ. പിന്നെ വളരെ വിശദമായി വലിയ രൂപത്തിൽ അത് നൽകിയിട്ടുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീക്ക് പോലീസിൻ്റെ ക്രൂരപീഡനം, വിവാദമായപ്പോൾ മുഖരക്ഷിക്കാൻ നടപടിയടക്കം, അങ്ങനെ വളരെ വിശദമായിട്ടാണ് വീക്ഷണം അതിനെക്കുറിച്ച് പറയുന്നത്. സുപ്രഭാതം പറയുന്നത് കേണൽ സോഫിയെക്കുറിച്ചാണ്. കേണൽ സോഫിയ ഖുറേഷിയുടെ അവർക്കെതിരായ പരാമർശം, BJP മന്ത്രിയുടെ മാപ്പപേക്ഷ തള്ളി അല്ലെങ്കിൽ മാപ്പപേക്ഷയ്ക്ക് സുപ്രീം കോടതിയുടെ നടപടി എന്നുള്ളതാണ് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും സുപ്രീം കോടതി പറഞ്ഞത് സുപ്രഭാതം ഒന്നാം പേജ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് പത്രങ്ങൾ വിശദമായി വലിയ വാർത്തകളെ പല രൂപത്തിലാണ് ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നത്. അത് പറയാനാണ് ഇത് പറയുന്നത്. അതുമാത്രമല്ല, സിറാജിലേക്ക് പോകുമ്പോൾ കേസൊതുക്കാൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ED-യുമായി ബന്ധപ്പെട്ടൊരു കേസ്, ED കേസെടുക്കുന്നു. ആ കേസ് ഒതുക്കാൻ ED തന്നെ കൈക്കൂലി വാങ്ങുന്നു. അങ്ങനെ ED-ക്കെതിരെ പരാതി പ്രളയമാണ്. അതാണ് സിറാജിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. നേരെ മറിച്ച് കേരള കൗമുദിയിലേക്ക് പോയാൽ കേരള കൗമുദി നേരത്തെ സൂചിപ്പിച്ച വീട്ടുജോലിക്കാരിയായ ദളിത് യുവതിയെ കള്ളിയാക്കി പീഡനം, അത് കള്ളിയാക്കി കസ്റ്റഡി പീഡനം എന്നാണ് ഒന്നാം പേജിലെ വലിയ ഹെഡിങ്. അതൊരു വലിയ ഹെഡിങ്ങായിട്ട് തന്നെ കാണണം. കള്ളിയാക്കി കസ്റ്റഡി പീഡനം, പേരൂർക്കട SIക്ക് സസ്പെൻഷൻ. അങ്ങനെ